ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ഭാഗമാണ്. നമ്മുടെ CKCനെ നിധി പറ്റിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഗൗതം അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഗൗതമിനെ എല്ലാവരും അച്ഛനില്ലാത്തവെന്ന് വിളിച്ചിട്ട് കളി വെക്കുകയാണ് കേട്ടോ. അതും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഗൗതം അങ്ങനെ വിഷമിക്കണേ? ഗൗതമിന് ഒരമ്മയ്ക്ക് രണ്ടമ്മേനല്ലേ കിട്ടിയിരിക്കണേ, എല്ലാ വിഷമങ്ങളും തീർക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഒരമ്മയ്ക്ക് രണ്ടമ്മേനൊക്കെ തന്ന ദൈവം എനിക്ക് അച്ഛനെ കാട്ടി തന്നില്ലല്ലോ, അതല്ലേ ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വിഷമം, അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്. അതും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ എല്ലാവരും പ്രണവടക്കം എല്ലാവരും പിന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണേ നമ്മൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ ഓഫീസിലൊന്നും പോകാതെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CKCക്ക് ഇതിൽ പങ്കുണ്ട്. പ്രണവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണതും എല്ലാവരെയും കൊണ്ട് അപമാനിപ്പിക്കുന്നതും ഒക്കെ CKC തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ നിധിക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഗൗതമിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് നിധി ഓഫീസിലേക്ക് തള്ളിവിടാണ് കേട്ടോ. അതിനുശേഷം നിധി ആലോചിക്കുന്നുണ്ട് ഈ CKCക്ക് ഇട്ട് ഒരു പണി കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ CKC ആണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് ജ്യോതിർമായി വിളിക്കുന്നുണ്ട്. ജ്യോതിർമായി വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ CKCക്ക് ആകെ പേടിയാവാണ്. എന്തിനപ്പോൾ നിർമ്മല വീട്ടിലേക്ക് വന്നത്, ഇനിയിപ്പോൾ ജ്യോതിർമാരുടെ അടുത്ത് എല്ലാം പറയില്ലേ എന്നാലോചിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. വേഗം വരണം എന്ന് പറയുമ്പോൾ CKC അവിടെ നിന്ന് ഓടിപ്പിടഞ്ഞ് വരികയാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പിടഞ്ഞ് വിശർത്ത് കുളിച്ച് വരുമ്പോൾ നമ്മുടെ ജ്യോതിർമായി അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജ്യോതിർമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടോട് കൂട്ടിയിട്ട് CKCക്ക് ആകെ ഇതായി. CKC വിചാരിക്കും, നന്നായി ഇവളുടെ വട്ടും ഭാവം കണ്ടിട്ട് നിർമ്മല എല്ലാം ഇവളോട് തുറന്നു പറഞ്ഞ പോലെ ഉണ്ടല്ലോ നോട്ടൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്ങനെ നോക്കി നിൽക്കണേ, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്, നിങ്ങളോട് എത്ര നേരമായി പറഞ്ഞിട്ട് എന്ത് എത്ര ലേറ്റായത് വരാൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണോ കാര്യം? അപ്പോൾ CKC ഒന്ന് ശ്വാസം വിടും. അത് പിന്നെ ട്രാഫിക് ജാം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് നിങ്ങളിങ്ങനെ വയർക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് CKCനെ അറിയണത് CKC വയർക്കണത്. അപ്പോൾ CKC ഇങ്ങനെ വയർപ്പൊക്കെ തുടച്ചിട്ട് പറയുന്നത്, കാറിലെ AC പെട്ടെന്ന് വർക്കായില്ല അതുകൊണ്ടാണ്. അല്ല നിർമ്മല എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ CKC. അപ്പോൾ ജ്യോതിർമായി പറയണ അവർ ഉള്ളിലിരിക്കുന്നുണ്ട്. അല്ല അവരെന്തിനാ ഇത്രയും ഇമ്പോർട്ടൻ്റ് വിഷയം നിങ്ങളായിട്ട് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണേ, എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം, അല്ല അവരാരാ എന്നിങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CKC പറയുന്നുണ്ട്, അത് എനിക്കറിയില്ല, വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ CKC കയറി ചെല്ലുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, ബാക്ക് സൈഡാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നിർമ്മലം ഇരിക്കണ പോലെ അതേ ഹെയർ സ്റ്റൈലും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അവിടെ തന്നെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ജ്യോതിർമായി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ നിൽക്കണേ, അങ്ങോട്ട് ചെന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കേ. അങ്ങനെ CKC മെല്ലെ പോയിട്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ നിർമ്മലമെന്നല്ല കേട്ടോ. അപ്പോൾ CKC ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ആൾ ഞെട്ടി നിൽക്കല്ലേ. അപ്പോൾ ജ്യോതിർമായി വന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിങ്ങളിങ്ങനെ നിൽക്കണേ, നിങ്ങളെന്ത് സംസാരിക്കാത്ത, ആരെ വരെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ CKC പെട്ടെന്ന് അവരുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറിന് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ. ഞാൻ അനാഥാലയത്തിൽ നിന്ന് വരികയാണ്, എന്തോ ഒരു ഓർഫനേജ് പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിയ എമൗണ്ട് ഡൊണേഷൻ തന്നല്ലേ, അപ്പോൾ അതിൻ്റെ എന്നിട്ട് എന്നെ ഓർമ്മയില്ലേ, അതുകൊണ്ട് ഈ വർഷം ഡൊണേഷൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ ഓർഫനേജിൽ പുതിയൊരു ബിൽഡിംഗ് കെട്ടണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എമൗണ്ട് തന്ന് സഹായിക്കണം സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജ്യോതിർമയിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കണേട്ടോ. കാരണം ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടും ഈ ഒരു കാര്യമാണ് ഇപ്പോൾ CKCയോട് പറയാനായിട്ട് വെച്ചത് എന്നുള്ള ദേഷ്യത്തിലാണ് നമ്മുടെ ജ്യോതിർമയി നിൽക്കണേ. ഇത് കേട്ടപ്പോൾ CKCക്കും ദേഷ്യം വന്നു. എന്നിട്ട് ജ്യോതിർമയോട് ചോദിക്കുന്നുണ്ട് CKC, നീ എന്താ ജ്യോതിർമയി ഇങ്ങനെയൊക്കെ, ഈ കാര്യമാണോ, ഇതിനാണോ ഇപ്പോൾ എന്നെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ച് വരുത്തിയത്? ഞാൻ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനിരിക്കുകയായിരുന്നു, വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാൻ. അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജ്യോതിർമയി. എന്നിട്ട് നിർമ്മലയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ ഈ പൈസ മേടിക്കാനോ വന്നതെന്ന് ആദ്യം പറഞ്ഞ പോലെയായിരുന്നു, അതിനിപ്പോൾ ഇത്രയും നിർബന്ധം പിടിക്കണോ? CKCയോട് സംസാരിച്ച് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ അപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കിയേനെ, നീ ഇവിടെ നിൽക്കാണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ചീത്ത പറയുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അതിനെ ഓടിച്ചു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് CKC അവിടെ അങ്ങനെ സമാധാനമായിട്ടിരിക്കുകയാണ്. വന്നത് നമ്മുടെ നിർമ്മലയല്ലല്ലോ. അതിനിങ്ങനെ ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് ജ്യോതിർമയി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, CKC ഞാൻ നിർമ്മല എന്നൊരു സ്ത്രീ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന് നിങ്ങൾ എന്തിനാ ഇത്രയും ഇതായിട്ട് ഓടി വന്നേ? അപ്പോൾ CKC കടന്ന് ഉരുളാണ് കേട്ടോ, എന്താ പറയേണ്ടതെന്ന് അറിയണില്ലല്ലോ. അപ്പോൾ ജ്യോതിർമയി പറയുന്നുണ്ട്, ആ പേര് ഫോണിൽ കേട്ടപ്പോൾ തൊട്ട് ഇതേ ഈ നിമിഷം വന്നപ്പോൾ അവരെ കാണുന്നവരേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. എന്നിട്ട് CKC അതല്ല, പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നീ വിളിച്ചപ്പോൾ ആ ഒരു ടെൻഷനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യോതിർമയി പറയുന്നുണ്ട്, ഓ അങ്ങനെയല്ലേ, പക്ഷേ എനിക്ക് നിങ്ങളറിയാത്തതൊന്നല്ലല്ലോ, നിങ്ങൾ എന്താ ഒളിപ്പിക്കാൻ നിൽക്കണം മാതിരിയാണ് എനിക്ക് തോന്നണത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അങ്ങനെയും പറഞ്ഞിട്ട് ജ്യോതിർമയി ദേഷ്യം വന്നിട്ട് അവിടെ നെറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് CKC പറഞ്ഞു, നിർമ്മലേ ആദ്യം തൊട്ട് നീയാണ്, നിന്നെ കാണുമ്പോഴേ എനിക്ക് ടെൻഷൻ ആയിരുന്നല്ലോ, അപ്പോൾ നിൻ്റെ പേര് വരെ എന്നെ ടെൻഷനാക്കി തുടങ്ങി. ആ സമയത്താണ് കേട്ടോ ഫോൺ റിങ് ചെയ്യണത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നിധിയാണ് കേട്ടോ. ഇവളിപ്പോൾ എന്തിനാ വിളിക്കണേന്ന് ഉള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട് ജ്യോതിർമയി പോയോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, CKC ഭയങ്കര ടെൻഷനിലായിരുന്നല്ലോ, അങ്ങനെ ശബ്ദം കേട്ട് അങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. എന്തേ നിർമ്മല എന്നുള്ള പേര് കേട്ടപ്പോഴേക്കും ടെൻഷനായോ? പഴയ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും തിരക്ക് പിടിച്ച് ഓഫീസിൽ നിന്ന് ഓടി വരണമായിരുന്നോ?
അപ്പോൾ സി കെ സി അങ്ങോട്ട് നോക്കിയിട്ട് ജ്യോതിർമയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചോദിക്കണ്ട കേട്ടോ, എന്താടി നീ പറയണേ, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറയാം എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നിധി ചിരിക്കുന്നുണ്ട്. കാരണം ഈ ഡ്രാമ ഏർപ്പാട് ചെയ്തത് ഞാനാണ്. മനസ്സിലായില്ല? നിർമ്മല എന്ന് പറഞ്ഞ ഒരു പേരും പറഞ്ഞിട്ട് ആ സ്ത്രീനെ അങ്ങോട്ട് അയച്ചത് ഞാനാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ നിർമ്മല, അടിപൊളിയല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്തിനാ നിധി നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ സി കെ സി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഗൗതമനെ നോക്കിയിട്ട് അച്ഛനില്ലാത്തവൻ എന്ന് വിളിച്ചപ്പോൾ ഗൗതം എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയോ? അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതിന് പകരമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത്. അപ്പോൾ സി കെ സി പറയണ്ടേട്ടാ, നിധി നീ ആരോടെ കളിക്കണേ നിനക്കറിയില്ല, നീ സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പേടിയൊക്കെ അഭിനയിച്ചിട്ട് ചോദിക്കണ്ട, അപ്പോൾ 30 വർഷം മുന്നേ നിങ്ങൾ നിർമ്മല നമ്മുടെ ജീവിതത്തിൽ ചെയ്തതോ? അതെങ്ങാനും ഞാൻ പുറത്ത് പറഞ്ഞ നിങ്ങളുടെ അവസ്ഥ എന്താവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിർമ്മല എന്നുള്ള പേരിൽ ഏതോ ഒരു സ്ത്രീനെ ഞാൻ വിട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ ഞാൻ ശരിക്കുള്ള നിർമ്മലേനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും? അടിച്ച് അവർ നിങ്ങളെ പുറത്താക്കും. നിങ്ങൾക്കുള്ള ആയുധം എൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ ഗൗതമനെ എന്തിനാ ഇങ്ങനെ അപമാനിക്കണേ? പ്രണവിനെ കൂട്ടുപിടിച്ചിട്ട് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഇത് ശരിയല്ല സി കെ സി. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കളി ചെയ്തതിപ്പോൾ. ഇതൊരു ട്രയൽ മാത്രമാണ് സി കെ സി. നിങ്ങളിൽ എന്തായാലും പ്രണവിനെ ഞാൻ രക്ഷിച്ചിരിക്കും. നിങ്ങൾ ആരാന്ന് ഞാൻ തുറന്ന് കാണിക്കുകയും ചെയ്യും. ഓക്കെ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം കൊണ്ട് നമ്മുടെ സി കെ സിയുടെ ജീവൻ അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.